ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഗ്രാനി സ്ക്വയർ വെച്ചിട്ട് ഒരു ബാഗാണ് ചെയ്യാൻ പോകുന്നത്. മൾട്ടി കളറായിട്ട് ചെയ്തു വെച്ച 2 ഗ്രാനി സ്ക്വയറാണിത്. ഇനി നമുക്കിത് ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ മൂന്ന് സൈഡും നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്കതൊരു ബാഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ഈ 2 ഗ്രാനി സ്ക്വയർസും ഒരേപോലെ നമ്മൾ ജോയിൻ ചെയ്യണം. ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരേപോലെ ഇതിനെ അടുത്ത് വെച്ച് ഒരു കോർണർ എടുക്കാം. ഒരു കോർണർ സൈഡിൽ ഒരേപോലെ സെയിം ചെയിനിലേക്ക് നമുക്ക് ഇട്ടിട്ട് സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് വെക്കണം. ഒരു ഗ്രാനി സ്ക്വയറിൻ്റെ ഏറ്റവും കോർണറിലുള്ള ഒരു ചെയിൻ എടുക്കാം. എന്നിട്ട് സെയിം അതേ ചെയിൻ മറ്റേ ഗ്രാനി സ്ക്വയറിലും എടുത്തിട്ട് ഈ 2 ചെയിനിലൂടെ വേണം ആദ്യമായിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയുള്ള ഓരോ ചെയിനിലും 2 ഗ്രാനി സ്ക്വയർസും ഒരുമിച്ച് വെച്ച് 2 ചെയിനിൽ കൂടിയും നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കണം. ഇതുപോലെ സിംഗിൾ ക്രോഷേ ചെയ്തിട്ടാണ് നമ്മൾ ഈ 2 ഗ്രാനി സ്ക്വയറും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി അടുത്ത ചെയിനിൽ കൂടി ചെയ്യാം. ചെയിനുകൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരേപോലെ 2 ഗ്രാനി സ്ക്വയറിലും ഒരേപോലെ വരുന്ന രീതിയിൽ വേണം സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതുപോലെ ഇതിൻ്റെ 3 സൈഡും ജോയിൻ ചെയ്യണം. ഇപ്പോൾ നമ്മളിവിടെ 3 സൈഡും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയായിരിക്കും വരുന്നത്. കളറൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഒരു കൈ വെച്ച് പിടിപ്പിക്കണം. അതിനായിട്ട് ഈ ജോയിൻ ചെയ്ത ആ പാർട്ട് മുതൽ അങ്ങോട്ടും അപ്പുറത്തെ സൈഡ് 3 ചെയിനും ഇപ്പുറത്തെ സൈഡ് 3 ചെയിനുമായിട്ട് മൊത്തം 6 ചെയിനിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്ത പാർട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡ് 3 സിംഗിൾ ക്രോഷേ ചെയ്യണം. ഇപ്പോൾ 2 സിംഗിൾ ക്രോഷേ ചെയ്തു. ഇപ്പോൾ 3 സിംഗിൾ ക്രോഷേ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ജോയിൻ ചെയ്ത ആ ഭാഗത്തിൻ്റെ മറ്റേ വശത്തു കൂടിയും 3 സിംഗിൾ ക്രോഷേ ചെയ്യണം. ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ്, 2 സൈഡിലും ഒരേ വീതിയിൽ ഒരേപോലെ കൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ 2 വശവും 3 സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് 6 ചെയിൻസാണ് ഇനി കിട്ടുന്നത്. ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഈ ചെയിനിൽ കൂടിയാണ് ഇനി സിംഗിൾ ക്രോഷേ. ആദ്യം ഒരു ചെയിൻ ചെയ്തതിന് ശേഷം വേണം സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട്. ഓരോ ചെയിനിൽ കൂടിയും സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട് അതിൻ്റെ ഹൈറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആദ്യം ഒരു ചെയിൻ ചെയ്തു. എന്നിട്ട് ഓരോ ചെയിനിൽ കൂടിയും നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് എത്ര ഹൈറ്റിലാണോ ഈ കൈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അത്രയും ലെങ്തിലായിട്ട് നമുക്ക് ഇത് ചെയ്യാം. അതുവരെ നമുക്ക് ഈ സിംഗിൾ ക്രോഷേ തുടർന്നുകൊണ്ട് പോകാം. ആറ് ചെയിനിലായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അത്യാവശ്യം വീതിയിലായിട്ടുള്ള ഒരു കൈ നമുക്ക് കിട്ടും. നമുക്ക് വേണ്ടതിനനുസരിച്ച് ചെയ്യാം, ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നേർത്ത കൈയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്രയും വേണമെന്നില്ല. ഇതിപ്പോൾ 6 ചെയിനിലേക്കാണ് നമ്മളിവിടെ സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, 6 ചെയിനിൽ കൂടി ഒരു പ്രാവശ്യം സിംഗിൾ ക്രോഷേ എല്ലാ ചെയിനിൽ കൂടിയും ചെയ്തതിന് ശേഷം അടുത്ത ലെയർ ചെയ്യുമ്പോൾ ഒരു ചെയിൻ എക്സ്ട്രാ കൊടുത്തിട്ട് ആദ്യത്തെ ചെയിനിൽ കൂടി നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇതുപോലെ ആദ്യം ഒരു ചെയിൻ ചെയ്യാം, പിന്നെയാണ് അടുത്ത നെക്സ്റ്റ് ചെയിനിൽ കൂടിയിട്ട് സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നെക്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യാം.
ഒരു ചെയിൻ ചെയ്തതിന് ശേഷം ഫസ്റ്റത്തെ ചെയിനിൽ കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി ഇതുപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബാഗിൻ്റെ ലെങ്ത് എത്ര വേണോ അതിനനുസരിച്ചിട്ട് അത്രയും ലെങ്ത്തിൽ നമുക്ക് ഇത് തുടർന്നുകൊണ്ടേ പോകണം. ഇതുപോലെ ഓരോ ലെയറിലും 6 വീതം സിംഗിൾ ക്രോഷ്യ നമുക്ക് ചെയ്യണം. ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റിൽ കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. എത്ര ലെങ്ത്തിൽ വേണോ അത്രത്തോളം സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഇനി നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് ആയതിനു ശേഷം മറുവശത്ത് ഇതേപോലെ ജോയിൻ ചെയ്ത ആ പാർട്ടിൻ്റെ 2 വശങ്ങളിലായുള്ള 3 വീതം ചെയിനുകളിലേക്ക് അതിനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു വശത്തെ 3 ചെയിനും മറുവശത്തെ 3 ചെയിനിലേക്കുമാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ പിന്നെ കുറച്ച് കട്ടി, ഇത് യാണ് കൊണ്ട് ചെയ്തതായത് കൊണ്ട് തന്നെ കുറച്ചിങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെയുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും വെയിറ്റുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ തുണി കൊണ്ട് നമുക്കിതിലേക്ക് ഇതിൻ്റെ ഉള്ളിലൊരു കോട്ടിങ് കൊടുത്താൽ നമുക്ക് അകത്തുള്ള സാധനങ്ങൾ കാണാതിരിക്കാനും പിന്നെ ഈ ബാഗിനൊരു ബലം കിട്ടാനും അത് സഹായിക്കും. അതിനായിട്ട് ഞാനിങ്ങനെ ഒരു തുണി കഷ്ണം 3 വശം തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബാഗിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഹൈറ്റ് ശ്രദ്ധിക്കണം. നമ്മളെ ബാഗിനേക്കാളും ഹൈറ്റ് കുറച്ചിട്ടായിരിക്കണം ഉള്ളിലേക്ക് വയ്ക്കുന്ന തുണി എടുക്കേണ്ടത്. തുണി ബാഗിലേക്ക് നല്ല രീതിയിൽ ഫിറ്റാകുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കാണാത്ത രീതിയിൽ തുന്നി കൊടുക്കാം. അതേ കളർ, യാണിൻ്റെ അതേ കളറിലുള്ള നൂല് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഈ ബാഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബേസിക് ക്രോഷ്യ സ്റ്റിച്ചസൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ചെയിൻ ക്രോഷ്യ, ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. അത് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടുന്നതായിരിക്കും. ക്രോഷ്യ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയവും എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു വർക്കാണ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.